Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 16ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാര്യം ഈ ഡിസംബർ കഴിയുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താനുള്ളതാണ്. സോ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമുക്ക് ആ ഒരു പ്ലെയിൻ ആണ് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹേട്ടെ നല്ല ടെൻസ്ഡ് ആയിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല സംഗ്സുഹോ, താങ്കൾ ശരിക്കും ആങ്ഷ്യസ് ആണല്ലോ? വേറൊന്നുമില്ല, ഞാൻ സത്യം പറഞ്ഞാൽ സ്കാവൻഡറുകളിനെ പറ്റി ചിന്തിക്കുമായിരുന്നു. അവൾ നമ്മളെക്കാളും മുമ്പ് ചെന്നില്ലേ, സോ റിവാർഡ്സൊക്കെ അവർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ പോകുന്നത്. തോമസ് ആൻഡ്രെ അവൻ ഞാനില്ലാത്ത സമയത്ത് കോയിൻ ടോസ് ചെയ്ത് ആദ്യം തന്നെ അവിടേക്ക് പോയി. അതിന് ഇത്ര ആങ്ഷ്യസ് ആവേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആദ്യം ചെയ്യുന്നാലും പിന്നെ താമസിച്ചെന്നാലും നടക്കാനുള്ളത് എന്തായാലും നടക്കും. അതും ശരിയാണ്, ഇത് റെസ്റ്റോറൻറ്റ് ഗേറ്റ് അല്ലേ, ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിന് എന്തായാലും നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് സ്കാവൻഡറുകളിനെക്കാട്ടും കൂടുതൽ റിസൾട്ട് കൈവരിക്കണം, അതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. സുഹോ, നീ എത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്കാവൻഡറുകളിനെ പോലെയല്ലോ, അവർക്ക് സെപ്പറേറ്റ് ഒരു മൈനിങ് ടീമിന് എന്തൊക്കെ ചിലവാണ്. പക്ഷെ നമുക്ക് അങ്ങനെയാണ്, നിന്റെ സോൾജേഴ്സ് ഉള്ളത്രയും കാലം നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും. അതും ശരിയാണ് സംഗ്സുഹോ. ഒരാഴ്ചത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് അവൻ ശരിക്കും സ്ട്രോങ്ങർ ആയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ മാത്രമല്ല, ബാക്കിയുള്ള കൊറിയയിലെ ഹണ്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. അവരുടെ മാജിക് പവറൊക്കെ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് അവൻ കൊടുത്ത ആ ഒരു വെപ്പൺ കൊണ്ടാണോ? പറഞ്ഞതുപോലെ ഡൂജിൻ, ഞാൻ നിനക്കൊന്നും തന്നില്ലായിരുന്നല്ലോ, ഇത് ഇന്നലെ എനിക്ക് കിട്ടിയതാണ്, ഇന്നലത്തെ ആ ഒരു റെയ്ഡിൽ വെച്ച്. ഇതെന്തായാലും നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത്. ആ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നിൻ്റെ എബിലിറ്റി വെച്ച് ക്രിയേറ്റ് ചെയ്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രൈവസി ഇത് ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ സർവൈലൻസോ അങ്ങനത്തെ ഒന്നും സെറ്റാക്കിയിട്ടില്ല. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ മേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്തൊന്നുമില്ല. ആ ടൈമിലാണ് അവൻ നേരത്തെ അവൾ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നത്, ഫ്രണ്ട്സായിട്ട് പുറകിൽ നിന്ന് കുത്തുക എന്നുള്ളത്. അപ്പോൾ അവൻ പറയുകയും ചെയ്യും, കുഴപ്പമില്ല, നീ സത്യമാണ് പറയുമെങ്കിൽ ഞാനിത് എന്തായാലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് അവൻ കയ്യിലിടുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ചോയ് ജോങ് പറയുകയും ചെയ്യും, എന്തായാലും റെഡി ആയിക്കോ കേട്ടോ, നമ്മളെന്തായാലും അകത്തേക്ക് കയറാറായിട്ടുണ്ട്. സോ എല്ലാവരും ഫോക്കസ് ചെയ്തോളൂ, നമ്മൾ ഗേറ്റിലേക്ക് കയറുവാണ്. പിന്നെ കാണിക്കുന്നത് ആ വിശാലമായ ആ ഒരു സ്ഥലമാണ്. അത് ശരിക്കും ഒരു മഞ്ഞുമല പോലത്തെ ഒരു സ്ഥലമായിരുന്നു. സോ ഇതാണല്ലേ ഒരു റാങ്ക് ഡഞ്ചർ? ഞാൻ വിചാരിച്ചതിലും വലുതാണ്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമോ? പറഞ്ഞതുപോലെ എയർഷിപ്പ് ഡാമേജ് ആയിട്ടുണ്ട്, നമുക്ക് ഇനി അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സോ എല്ലാവരും പ്രിപ്പയർ ആക്കിയോ, ക്യാപ്സൂളിൽ കയറി നമുക്ക് സേഫ്ലി തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഡഞ്ചൻ ക്ലിയർ ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ പാർട്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുമാത്രമല്ല, വരാൻ പോകുന്ന ആ ഒരു വലിയ യുദ്ധത്തിൽ നമ്മൾ ഒരേപോലെ നിന്ന് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ട്രയൽ കൂടിയായിരിക്കും ഇത്. ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ് സാർ. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, സോ ഇവരൊക്കെയാണ് എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അതത്ര എളുപ്പമായിരിക്കത്തില്ല. എന്തായാലും ഈ പാർട്ടി എൻ്റെ പ്ലാനിൻ്റെ ഇടയ്ക്ക് വരും എന്നുള്ള കാരണം തന്നെ ഞാനത് ഇവിടെ കൊണ്ട് തീർക്കാൻ പോകുകയെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഡൂജിൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു റാങ്ക് ഉണ്ടല്ലോ, അവൻ നേരെ അവൻ്റെ പവേഴ്സ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു എക്സ്പ്ലോഷനാണ്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ശരിക്കും ഞെട്ടി. കാര്യം ആ ഒരു സ്ഥലം തന്നെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. സാർ, കുരയുടെ എയർഷിപ്പ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. അത് കൊള്ളാം, നല്ല കിടിലം വരവ് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ അവനൊന്നും വേണ്ടാതെ തിരിഞ്ഞു പോവുകയും ചെയ്യും. അല്ലേ സാർ, നമ്മളവരെ വെറുതെ വിടുവാണോ? അതുകൊള്ളാം, നീ എന്നാ വിചാരിച്ച് അവർക്ക് ഷവക്കല്ലർ കെട്ടണമെന്നോ? എടാ, അവരും റാങ്കേഴ്സ് തന്നെയാണ്, അവർ അത്ര പെട്ടതൊന്നും മരിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുമാത്രമല്ല, നമുക്കിവിടെ നമ്മുടേതായ പണിയുണ്ടെന്ന് പറയാൻ നേരത്ത് അവൻ കുറച്ച് മോൺസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് നടന്ന് പോകുവാണ്. പിന്നെയാണ് നമ്മുടെ സുഹോനെ കാണിക്കുന്നത്. പണ്ടാരം ആ എയർഷിപ്പ് എക്സ്പ്ലോർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. അത് കഴിയുന്നത് അവൻ എഴുന്നേൽക്കുകയും ചെയ്യും. എന്തായാലും ആ ഒരു ബ്ലാസ്റ്റ് കാരണം തന്നെ ഞങ്ങൾ എല്ലാവരും പല വഴിക്ക് തെറിച്ച് പോയിട്ടുണ്ട്. അല്ല, ഷാഡോ ഐറ്റംസ് വെച്ച് നോക്കാത്ത എല്ലാവരും സേഫാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഷാഡോ സോൾജേഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. പക്ഷേ ഞാൻ റീഗ്രൂപ്പ് ചെയ്യണോ? വേണ്ട, സ്കാവൻഡറുകൾ ഓൾറെഡി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞു. ഞാനിപ്പോൾ റീഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് ഞാൻ ബാക്കിലേക്ക് പോകത്തേ ഉള്ളൂ. അണ്ടർ ചോയ് ജോങ്ങി അത്യാവശ്യം കേപ്പബിളാണ്. പുള്ളിക്കാരൻ എന്തായാലും ബാക്കിയുള്ളവരെ ഗ്യാദർ ചെയ്ത് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തോളൂ. അതുമാത്രമല്ല, ആ ഒരു നല്ല വേഴ്സറ്റൈലുള്ള ഹണ്ടേഴ്സാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളത്. സോ എൻ്റെ ഹെൽപ്പ് അവർക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സുഹ നേരെ മുന്നിലേക്ക് ചാടുവാണ്. ആ ഒരു മല കണ്ടിട്ട് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ബോസ് ഉള്ളത്. അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു പോകുന്നത് പെട്ടെന്നാണ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ കേൾക്കുന്നത്. അവനായിട്ട് ഫ്രണ്ടിലേക്ക് ചാടിയിട്ടുണ്ട്. അതെന്ത് കോപ്പാണ്, ഗ്രൗണ്ട് എക്സ്പ്ലോഡ് ചെയ്തോ? നോക്കാൻ നേരത്ത് കുറച്ചധികം മോൺസ്റ്റേഴ്സ് അവിടുന്ന് വരുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ സുഹ പറഞ്ഞ്, ഇതാണ് എൻ്റെ ആദ്യത്തെ റാങ്ക് ഡഞ്ചനിലെ എനിമീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഗ്രീഡിനെ കാണാൻ
കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രീഡിൻ്റെ ആ ഒരു ഗോങ്ക്ലെറ്റും കൊണ്ട് സുഹോ നേരെ താഴത്തേക്ക് വന്ന് അവൻ്റെ സ്കില്ലുള്ള ഡിസ്ട്രക്ഷൻ യൂസ് ചെയ്ത് ആ മോൺസ്റ്ററിൻ്റെ തല തന്നെ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട് റിയൽ റൈഡ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ആ ഒരു മൗണ്ടനാണ്. അതിൻ്റെ അകത്താട്ടെ നമ്മുടെ ഫ്രോസ്റ്റ് മൊണാർച്ചിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അവിടെ താഴത്ത് ഒരു ഇരിപ്പുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഇനി എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്? അധികം വൈകാതെ തന്നെ ചാച്ച ഈ വില്ലേജ് വിട്ട് പോകുന്നതായിരിക്കും. ആ ഒരു സമയം എത്തിയ പിന്നെ ഞാനായിരിക്കും ഏറ്റവും മൂത്തത്. ഞാൻ എങ്ങനെയായിരിക്കും എല്ലാവരും ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്? എനിക്ക് എല്ലാവരെയും ഒറ്റയ്ക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? പെട്ടെന്ന് ഒരു ദിവസം ആയിരുന്നു ഞങ്ങളുടെ വില്ലേജിലെ എല്ലാ അഡൽട്സും ഡിസപ്പിയർ ആയത്. എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ പിള്ളേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് വന്ന ആ ഒരു മെസ്സഞ്ചറിനെ ഞങ്ങൾ കാണുന്നത്. ഒരു വലിയൊരു ബ്ലാക്ക് ഡ്രാഗനുമായിട്ടായിരുന്നു ആ ഒരു മെസ്സഞ്ചർ അവിടേക്ക് വന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ചാച്ചാനെ ആദ്യമായിട്ട് കണ്ടത്. പുള്ളിക്കാരി ഞങ്ങളെല്ലാവരെയും സ്വന്തം മക്കളെ പോലെ വളർത്തി. ഞങ്ങളെ എല്ലാവരും ഈ സ്നോഫീൽഡിൻ്റെ അപകടത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്നു. അതുമാത്രമല്ല ഇപ്പം ഞങ്ങളുടെ വില്ലേജ് എല്ലാം ചാച്ചനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളെ ചാച്ച മാറി. പക്ഷേ പുള്ളിക്കാരി എപ്പോഴൊക്കെ താൻ ജീവിച്ചിരുന്ന ആ ലോകത്തിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എനിക്കറിയാമായിരുന്നു ചാച്ച ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും വിട്ടുപോകുമെന്ന്. ആ ദിവസം വരാൻ നേരത്ത് ഞാനായിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും മൂത്തയാൾ. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുക്കണം. പെട്ടെന്ന് ഒരു മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ആലോചിക്കുന്നുണ്ട്, ഈ ഐസ് മോൺസ്റ്റർ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇതിവിടെ നിൽക്കേണ്ട കാര്യമല്ലല്ലോ. ഈ മോൺസ്റ്റർ ഇവിടെ വരാൻ പാടില്ലെന്നും പറഞ്ഞ് നേരെ മേലിലേക്ക് ഡോഡ്ജ് ചെയ്തിട്ട് പറയുകയും ചെയ്യും, നീ മരിക്കാൻ സമയമായിരിക്കുന്നു, ഇവിടേക്ക് വന്നുകൊണ്ടെന്ന് പറഞ്ഞ് അറ്റാക്കിനായിട്ട് പോയപ്പോൾ പെട്ടെന്നാണ് സുഹോൻ്റെ ഒരു ഷാഡ വന്ന് ആ മോൺസ്റ്ററിനിട്ട് ഒരിടി വെച്ച് കൊടുക്കുന്നത്. തമ്മി ഇവർ അറ്റാക്ക് ചെയ്യുന്നു. അതെന്താണ്? ഞാൻ ഒരിക്കലും ഓർത്തില്ല ഒരുത്തൻ ഓടിക്കളയുമെന്ന്. എനിക്ക് തോന്നുന്നു റീഗ്രൂപ്പ് ചെയ്തിട്ട് അവൻ എൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമായിരുന്നു. പക്ഷേ അവൻ ശരിക്കും ഡിസഡ്വാൻറ്റേജിലായിരുന്നു. എന്തായാലും ഒരു കാര്യം ഓർത്തോ, നിനക്കൊന്നും ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സെക്കൻഡ് തന്നെ അവൻ നേരെ സുഹോനെ നേരെ ഓടുകയും ചെയ്യും. ഇവനാണ് ആ മോൺസ്റ്റേഴ്സിനൊക്കെ അവരുടെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. സോ ഇവൻ എൻ്റെ എനിമിയാണെന്ന് പറഞ്ഞിട്ട് ചാടി സുഹോൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയും ചെയ്യും, ഈ സ്നോഫീൽഡിലെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി എനിക്ക് ഇവനെ കൊന്നേ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് സുഹോനെ ഒരു അറ്റാക്കും അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ആ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം സുഹോ അവൻ്റെ അറ്റാക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് പറയുകയും ചെയ്യും, നീയും ഒരു മോൺസ്റ്റർ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.